ബുഷ്ര കൈപ്പമംഗലം പനമ്പിക്കുന്ന് സ്വദേശിയാണ് ഞാൻ. അപ്പോൾ ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റും കൂടിയാണ്. വൻകുടലിൽ എനിക്ക് ക്യാൻസറായിരുന്നു. ഒരു ഓപ്പൺ സർജറി കഴിഞ്ഞു. 5 വർഷക്കാലം വരെ പിന്നെ ഒരു ക്യാൻസർ വരില്ല എന്നും കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട എന്നും ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ രണ്ടാമത് എനിക്ക് വളരെ ഏറെ കൂടുതൽ 4 ഭാഗങ്ങളിൽ സ്പ്രെഡായി. ഞാനിപ്പോൾ ഒരു മെഡിസിനും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ എല്ലാവിധ കാര്യങ്ങൾക്കും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നേഹയോഗ എന്ന് പറഞ്ഞ കാർഡിൽ യൂട്യൂബിൽ കാണാനിടയായി. ഞാൻ അവിടെ വന്നു. ഫ്രാൻസിസ് അസീസി എന്നാണ് സാറിൻ്റെ പേര്. സാറും ഞാൻ അങ്ങോട്ട് വരാൻ കാരണം അദ്ദേഹം ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയായിരുന്നു. 72 മണിക്കൂർ ഡോക്ടർമാർ വിധി എഴുതിയ ഒരു പേഷ്യൻ്റായിരുന്നു. ഇന്നും 25 വർഷമായി ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ആ അത്ഭുത മനുഷ്യനെ ഒന്ന് കാണാൻ എന്നുള്ളൊരു ഉദ്ദേശവും എൻ്റെ ഒരു വിഷമങ്ങൾ പങ്കുവയ്ക്കാമെന്നുള്ള ഉദ്ദേശവും വന്നു. എനിക്ക് കുറച്ച് ഞരമ്പുകളിലുള്ള പ്രശ്നങ്ങളൊക്കെ സാറ് നോക്കി. ഇപ്പോൾ വളരെയധികം എന്ന് പറഞ്ഞാൽ ഒരു 50% രണ്ടാമത്തെ വരവിൽ തന്നെ മാറ്റമുണ്ട്. എനിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നു. ആ ഔഷധക്കൂട്ടുകൾ ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട്. 5 ദിവസമായി. മോഷൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ മോഷൻ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. യൂറിൻ പാസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. യൂറിനും നന്നായി പോകുന്നുണ്ട്. ശരീരത്തിൻ്റെ ഭാരം ഒന്ന് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്യാൻസർ പേഷ്യൻറ്റുകളോട് പറയാനുള്ളത്, നമ്മൾ ധൈര്യം കൈവിടരുത്. ഞാനൊരു രോഗിയാണ്, എനിക്ക് ക്യാൻസർ ആണ്, ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ള ചിന്ത മാറ്റാം. നമ്മൾ 4 ദിവസത്തെ വാടകക്കാരാണ് ശരിക്കും ഈ ഭൂമിയിൽ. അപ്പോൾ എല്ലാവരും പോകും. പക്ഷെ ആ പോകുന്നവരെ നമ്മളെക്കൊണ്ടായ എല്ലാ നന്മകളും നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഞാനൊരു രോഗി എന്നുള്ള ചിന്ത വിട്ട് മനോധൈര്യം വന്ന ഒരു രോഗത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ തല മുതൽ കാലിനടി വരെ വേദനയുള്ളൊരു പേഷ്യൻ്റാണ്. ഇവിടെ രണ്ടാമത്തെ വരവാണിപ്പോൾ. ഫ്രാൻസിസ് സാറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി എനിക്ക് ഒരുപാട് മസാജിങ്ങും കാര്യങ്ങളും അവർ ചെയ്ത് അതിൽ പിന്നെ ആത്മധൈര്യം പകർന്നു തന്നു. നല്ലൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ആ ക്യാൻസർ പേഷ്യൻറ്റുകളോട് എനിക്ക് പറയാനുള്ളത്, മനോധൈര്യം കൈവിടാതിരിക്കുക. നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നേറാം. അപ്പോൾ നിങ്ങളുടെ അസുഖത്തിന് നിങ്ങൾക്ക് തന്നെ ചികിത്സിക്കാൻ കഴിയും.